ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതുപോലെ ഡാർക്ക് മോഡ് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രിസെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ നമ്മൾ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് നല്ല ഗ്രീനി ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി മാറ്റണം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ കളേഴ്സിലേക്ക് വന്ന ശേഷം വൈബ്രൻസ് എന്നുള്ളത് കൂട്ടി കൊടുക്കുക. ടെമ്പറേച്ചറും ടിൻറ്റും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വൈബ്രൻസ് എന്നുള്ളത് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക, കാരണം നമ്മുടെ കളേഴ്സ് എല്ലാം നല്ല രീതിയിൽ പഞ്ചിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വൈബ്രൻസ് കൂട്ടിയ ശേഷം സാച്ചുറേഷനിലേക്ക് വരിക. സാച്ചുറേഷൻ നമ്മൾ കുറച്ചാണ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, കാരണം എന്നാലേ അത് നല്ല ഒരു ബ്ലാക്ക് മോഡിലേക്ക് മാറ്റാൻ അത് സഹായിക്കും പിന്നീട് കളർ മിക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് ശകലം ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 25 വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ മിക്സിലേക്ക് വരാം. മിക്സിലേക്ക് വന്ന ശേഷം ഫസ്റ്റ് കളർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങളതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിൻ ടോണൊക്കെ മാറുന്നുണ്ട്, കളർ മാറുന്നുണ്ട്. അതുകൊണ്ട് അത് അധികം മാറ്റം വരാത്ത രീതിയിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഹ്യൂമൻ ടോൺ കിട്ടുന്ന രീതിയിൽ അത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം ഹ്യൂ എന്നുള്ളത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷനും ഞാൻ കുറച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ ലൂമിനൻസ് എന്നുള്ളത് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് സെക്കൻഡ് കളറിലേക്ക് പോകാം. സെക്കൻഡ് കളറും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടോണിനെ തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ടോണ് ഹ്യൂ മാറ്റുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ കളറും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അധികം മാറ്റം വരുത്തരുത്. നാച്ചുറലായിട്ടുള്ളൊരു ഹ്യൂമൻ സ്കിൻ ടോൺ കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷൻ എന്നുള്ളത് കുറച്ച് കൊടുക്കുകയാണ്, കാരണം എൻ്റെ ഇവിടെ നല്ല ഇച്ചിരി കുറച്ചൊരു റെഡിഷ് ടോണൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കാലിൻ്റെ ആ ഭാഗത്തായാലും സ്കിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാച്ചുറേഷൻ ഒരുപാട് കൂട്ടുന്നില്ല, അതുകൊണ്ട് കുറച്ച് വെക്കുകയാണ് ശകലം. ഓക്കെ, അതിനുശേഷം ലൂമിനൻസ് എന്നുള്ളത് മൊത്തത്തിലുള്ള നമ്മുടെ ആ സ്കിൻ ടോണിൻ്റെ ഇതാണ്, ബ്രൈറ്റ്നെസ് ആണ്. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂമിനൻസ് മാറ്റുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ സ്കിന്ന് ഒരുപാട് ബ്രൈറ്റ് ആവും. കൂട്ടിക്കഴിഞ്ഞാൽ കുറയ്ക്കുമ്പോൾ ഡള്ളായി പോവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അത് അധികം കൂടാണ്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് അത്യാവശ്യമാവുന്ന രീതിയിൽ വളരെ കുറച്ച് മാത്രം ലൂമിനൻസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ആ കളറിൻ്റെ. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇവിടെ യെല്ലോ കളറിലേക്കാണ്. യെല്ലോ കളർ നമ്മുടെ ഫോട്ടോയിൽ ഇല്ലെങ്കിലും നമ്മുടെ ഗ്രീനായിട്ടുള്ള കളേഴ്സിലൊക്കെ യെല്ലോ കളറിൻ്റെ ഹ്യൂ മാറ്റുമ്പോൾ അത് എഫക്റ്റ് ചെയ്യും. നിങ്ങളൊന്ന് മാറ്റുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ? ഹ്യൂ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രീന് നല്ല രീതിയിൽ പഞ്ചിയായി മാറും. അതുകൊണ്ട് നമ്മൾ ഹ്യൂ കുറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് വെക്കുക. അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷനും കുറച്ച് തന്നെ വെക്കുക, എന്നാലേ അതൊരു ഡാർക്ക് കളറിലേക്ക് മാറുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ സാച്ചുറേഷൻ കുറച്ചപ്പം ഗ്രീൻ കളറിലെ ഒരു ചെറിയ രീതിയിൽ ഗ്രേയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സാച്ചുറേഷനും കുറച്ച് കൊടുക്കാം. ഓവറായിട്ട് കുറയ്ക്കരുത്, വളരെ കുറച്ച് മാത്രം കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഗ്രീനിലേക്ക് പോകാം. ഗ്രീനിലും ഇതേ സെയിം കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹ്യൂ മാറ്റുമ്പോൾ തന്നെ കാണാൻ പറ്റും ഗ്രീന് കുറയ്ക്കും തോറും ഗ്രേ കളറിലേക്ക് പോകുന്നു, ഒരു യെല്ലോയിഷ് കളറിലേക്കും കൂട്ടും തോറും ഭയങ്കര നല്ല രീതിയിൽ ഗ്രീൻ പഞ്ചിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കും, ഒരു ഗ്രേ നല്ല രീതിയിൽ ഒരു ഗ്രേ ആവുന്ന രീതിയിൽ ഒരു 50-55 ആ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഗ്രേ ആയി തുടങ്ങും. ഓക്കെ, അതിൽ വെച്ച ശേഷം സാച്ചുറേഷൻ എന്നുള്ളത് ഫുള്ളും കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ അത് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സാച്ചുറേഷൻ ഫുള്ളും അങ്ങോട്ട് കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ബ്ലാക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം ലൂമിനൻസ് എന്നുള്ളതും വളരെ കുറച്ച് മാത്രം ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കളറിലേക്ക് വരിക. ബ്ലൂ ആണ് അടുത്ത കളർ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഫോട്ടോയിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റും ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ബ്ലൂ ടോൺ വരുന്ന ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ഈ ബ്ലൂ കളേഴ്സിൻ്റെയൊക്കെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേഞ്ചസ് വരുത്തുക, ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മൊത്തത്തിൽ കളർ മാറും. ഓക്കെ, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേഞ്ചസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം സാച്ചുറേഷൻ നിങ്ങൾ കുറച്ച് നോക്കുക. ഡ്രസ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നില്ലെങ്കിൽ ഫുള്ള് കുറച്ച് വെക്കുക. ഓക്കെ, ഫുള്ള് ഞാനിവിടെ കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ലൂമിനൻസും വളരെ കുറച്ച് മാത്രം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡ്രസ്സ് അങ്ങനെ എടുത്ത് കാണേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ലൂമിനൻസ് കുറച്ചത്. അതിനുശേഷം അടുത്ത കളറും നമ്മുടെ ഡ്രസ്സിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, കാരണം ഒരു വയലറ്റ് ഒരു ഡാർക്ക് ബ്ലൂ ആണെങ്കിലും നമ്മൾ അത് കുറയ്ക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഡ്രസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികമൊന്നും മാറ്റം വരുത്തരുത്. ഓക്കെ, ഡ്രസ്സ് മൊത്തത്തിൽ മാറും. സാച്ചുറേഷൻ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് മാത്രം അതിൻ്റെ സാച്ചുറേഷനും ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ലൂമിനൻസ് ആയാലും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം കുറയ്ക്കുക. ഓക്കെ, ഇനി അതിന് ശേഷം അടുത്ത കളറിലേക്ക് നമുക്ക് പോകാം.
ഓക്കെ, ഇനിയുള്ള 2 കളേഴ്സ് നമ്മൾ ഹ്യൂവിൽ മാറ്റം വരുത്തിയാലും നമ്മുടെ ഫോട്ടോയിൽ അധികം ബാധിക്കില്ല. കാരണം ആ 2 കളേഴ്സും നമ്മുടെ ഫോട്ടോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ഇതിൽ നിന്ന് മൊത്തത്തിൽ വ്യത്യാസമായിരിക്കും. കാരണം നിങ്ങളുടെ ഫോട്ടോയിൽ ചിലപ്പം ഡ്രസ്സിൻ്റെ കളേഴ്സ് വയലറ്റ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഹ്യൂ മാറ്റുമ്പോൾ നോക്കുക നിങ്ങളുടെ ഫോട്ടോയിൽ എന്തെങ്കിലും വ്യത്യാസം അത് കൊണ്ടുവരുന്നുണ്ടോ എന്ന്. ഓക്കെ, അതിനനുസരിച്ച് മാത്രം നിങ്ങൾ അതിൻ്റെ ഹ്യൂവിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. എനിക്കിവിടെ ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ സാച്ചുറേഷനും ലൂമിനൻസും മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനിയുള്ള 2 കളറും അതുപോലെ തന്നെയാണ്. സാച്ചുറേഷനും അതിൻ്റെ ലൂമിനൻസും മാത്രം കുറച്ച് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ കളർ ഗ്രേഡിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്ക് നല്ല രീതിയിലൊരു ബ്ലാക്ക് കളർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് പോകേണ്ട ലൈറ്റ്സിലേക്കാണ്. ലൈറ്റ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പോഷർ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഫോട്ടോ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രം കൂട്ടിയാൽ മതി. അതിനുശേഷം കോൺട്രാസ്റ്റ് എന്നുള്ളതും കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, എന്നാലും നമ്മുടെ ഫോട്ടോയുടെ ബ്ലാക്ക് കളർ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് കളേഴ്സൊക്കെ നല്ല പഞ്ചിയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഒക്കെ, അതിനുശേഷം ഹൈലൈറ്റ്സ് എന്നുള്ളത് കുറച്ചാണ് കൊടുക്കുന്നത്. കാരണം ഒരുപാട് ലൈറ്റ്സ് വേണ്ട. നമ്മൾ ഡാർക്ക് മോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓവർ ലൈറ്റിംഗ് ഒന്നും നമ്മുടെ ഫോട്ടോയിൽ ആവശ്യമില്ല. ഓക്കെ, അതുപോലെ വൈറ്റ്സും നമ്മൾ കുറച്ച് കൊടുക്കുകയാണ്. കാരണം വൈറ്റ്സ് കുറയ്ക്കുമ്പോഴേ നമ്മുടെ ബ്ലാക്ക് കളറ് ഫോട്ടോയിലുള്ള ബ്ലാക്കിൻ്റെ ഡെപ്ത്ത് കൂടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വൈറ്റ്സ് കുറച്ച് കൊടുക്കുകയാണ്. ഷാഡോസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് ഷാഡോസ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഫോട്ടോയിൽ നമ്മുടെ ഫേസിലൊക്കെ ഉള്ള ഒരു ഡാർക്ക് ഷെയ്ഡ്സൊക്കെ ഷാഡോസ് കൂട്ടുന്നതിലൂടെ മാറി കിട്ടും. ഓക്കെ, അതിനുശേഷം വൈറ്റ്സ് ഫുള്ള് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്കിൻ്റെയൊക്കെ ഡെപ്ത്ത് നല്ല രീതിയിൽ കൂടും. അത് കുറയ്ക്കുമ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഓവർ അങ്ങ് ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് വൈറ്റ്സ് നമ്മൾ കുറച്ച് കൊടുത്തു. പിന്നീട് ബ്ലാക്സിലേക്ക് വരിക. ബ്ലാക്സ് നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. കാരണം ബ്ലാക്ക് കളറിൻ്റെ കുറയ്ക്കും തോറും ഒരുപാട് അങ്ങ് ബ്ലാക്ക് ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് കൂട്ടാതെ വളരെ കുറച്ച് മാത്രം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 30 ആ റേഞ്ചിലേക്ക് വെക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ലൈറ്റ്സിലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ എഫക്ട്സിലേക്കാണ്. എഫക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്ചർ, ക്ലാരിറ്റി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്ചർ നമ്മൾ വളരെ കുറച്ച് മാത്രം ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഒരുപാട് കൂട്ടിയാൽ അതൊന്ന് കാർട്ടൂണിക്കായി മാറും. അതിനുശേഷം ക്ലാരിറ്റി എന്നുള്ളത് ഒരു 30, ഏത് ഫോട്ടോ എടുത്താലും ഒരു 30-31 ആ റേഞ്ചിലേക്ക് വെക്കുക ക്ലാരിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവറോൾ കളറും ഫോട്ടോയുടെ ക്ലാരിറ്റി ആയാലും നല്ല രീതിയിലൊന്ന് പഞ്ചിയായിട്ട് മാറും. ഓക്കെ, അതിനുശേഷം ഡിഹൈസ് എന്നുള്ളത് വളരെ കുറച്ച് മാത്രം, ഒരു 4, 5, 6 അങ്ങനെ ആ റേഞ്ച് വെക്കുക. അതിനുശേഷം വിജിനിറ്റ് എന്നുള്ളത് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുക്കുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ ഫോട്ടോയുടെ കോർണേഴ്സിലെല്ലാം വരും. ഓക്കെ, നമുക്കൊരു മൂഡി ഫീൽ ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം കൊടുക്കുന്നു. അതിനുശേഷം മിഡ് പോയിന്റ് എന്നുള്ളത് 0 വെക്കുന്നു. ഞാനിവിടെ 0 വെക്കുന്നതിന് കാരണം എൻ്റെ ഫേസിലേക്ക് അധികം അടിക്കുന്നില്ല. എൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത് കറക്റ്റ് സെൻട്രലാണ്. പെൺകുട്ടി എന്നുള്ളത് സെൻട്രലായതുകൊണ്ട് തന്നെ നമ്മൾ മിഡ് പോയിന്റ് 0 വെക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഇനി എഡിറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി. ഫോട്ടോയുടെ കളർ ഗ്രേഡിങ് അതിൻ്റെ എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യാനുണ്ട്. നമ്മളതിന് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് താഴേക്ക് പോവുക. മോഡേൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മോഡേൺ 1, മോഡേൺ 2 അങ്ങനെ ഒരുപാട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് മോഡേൺ 1, മോഡേൺ 2 അങ്ങനെ കിടപ്പുണ്ട്. അതിൽ മോഡേൺ 2 ഇടുക. കാരണം അതാണ് കുറച്ചുകൂടെ ഒരു ഗ്ലോ തരുന്നത്. നമ്മുടെ ബ്ലാക്ക് കളേഴ്സിനൊക്കെ കുറച്ചൊന്ന് ഗ്ലോ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, ആ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഫേസ് ആയാലും നല്ല രീതിയിൽ ഗ്ലോ ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്.